നമ്മൾ സംസാരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ചാണ്. കഥ തുടങ്ങുന്നത് 2025 ഏപ്രിൽ 22-നാണ്. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ ബൈസരൻ വാലിയിൽ വിനോദസഞ്ചാരികൾ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയായിരുന്നു. അപ്പോഴാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് TRF എന്ന ഭീകര സംഘടനയുടെ തോക്കുധാരികൾ അവിടേക്ക് പാഞ്ഞെടുക്കുന്നത്. അവർ വിനോദസഞ്ചാരികളെ തടഞ്ഞു നിർത്തി. അവരുടെ പേരും മതവും ചോദിച്ചു. തുടർന്ന് നടന്നത് ക്രൂരമായ കൂട്ടക്കൊലയായിരുന്നു. 26 പേരാണ് അവിടെ മരിച്ചു വീണത്. അതിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. ലഷ്കർ-ഇ-തോയ്ബയുടെ നിഴൽ സംഘടനയായ TRF ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഇന്ത്യ മുഴുവൻ രോഷം കൊണ്ട് വിറച്ചു. 2019-ലെ പുൽവാമയ്ക്ക് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ നോവ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും അന്ന് രാത്രി തന്നെ ഉന്നതതല യോഗം ചേർന്നു. ഇത്തവണ വെറുമൊരു സർജിക്കൽ സ്ട്രൈക്ക് മാത്രം പോരാ എന്ന് അവർ ഉറപ്പിച്ചു. പ്രതികാരത്തിന് സൈന്യം ഒരു പേര് കണ്ടെത്തി: ഓപ്പറേഷൻ സിന്ദൂർ. ഈ പേര് സിന്ദൂരം എന്നത് ഇന്ത്യൻ സംസ്കാരത്തിൽ ഭർത്താവിന്റെ ആയുസ്സിനും സംരക്ഷണത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഒപ്പം അതൊരു ത്യാഗത്തിന്റെ ചിഹ്നവുമാണ്. പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരുടെ രക്തത്തിന് പകരം ചോദിക്കാനും ഭാരതമാതാവിനെ സംരക്ഷിക്കാനും എടുത്ത പ്രതിജ്ഞയായിരുന്നു അത്. മെയ് 7-ാം തീയതി, സമയം അർദ്ധരാത്രി 1 മണി. ഇത്തവണ കരസേന മാത്രമല്ല, നാവികസേനയും വ്യോമസേനയും ത്രൈ സർവീസ് ഒരുമിച്ചാണ് ഇറങ്ങിയത്. ലക്ഷ്യം വ്യക്തമായിരുന്ന സമയം പുലർച്ചെ 1:44. ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്നു. റഡാറുകളെ കബളിപ്പിക്കാൻ ഇലക്ട്രോണിക് ജാമറുകൾ ഉപയോഗിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ പാകിസ്ഥാന്റെ മണ്ണിൽ സ്ഫോടനങ്ങൾ മുഴങ്ങി. ഒന്നല്ല രണ്ടല്ല, 9 ഭീകര കേന്ദ്രങ്ങളാണ് ആ ഒരൊറ്റ രാത്രി കൊണ്ട് തകർന്നടിഞ്ഞത്. ഏകദേശം 100-ലധികം ഭീകരർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ലഷ്കർ-ഇ-തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും പ്രധാന കൺട്രോൾ റൂമുകൾ ഇന്ത്യ തകർത്തു. ഇന്ത്യൻ പൈലറ്റുമാർ സുരക്ഷിതമായി തിരിച്ചെത്തി. പിറ്റേന്ന് രാവിലെ PIB പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഈ വാർത്ത പുറത്തുവിട്ടപ്പോൾ ലോകം ഞെട്ടി. ഞങ്ങൾ സിവിലിയന്മാരെ ആക്രമിച്ചിട്ടില്ല, ഭീകരരെ മാത്രമാണ് ലക്ഷ്യം വെച്ചത് എന്ന് ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്നാൽ പാകിസ്ഥാൻ വെറുതെ ഇരുന്നില്ല. മെയ് 8-ന് പുലർച്ചെ അവർ ഇന്ത്യയുടെ പഞ്ചാബ്, രാജസ്ഥാൻ അതിർത്തികളിലേക്ക് ഡ്രോണുകളും മിസൈലുകളും അയച്ചു. ചന്ദ്രകാരം, തമിഴ്നാട്, പത്താൻകോട്ട് എയർബേസുകളായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ ഇന്ത്യ ഇതിനും തയ്യാറായിരുന്നു. ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ആകാശത്ത് വെച്ചു തന്നെ പാക് മിസൈലുകളെ തകർത്തു. അവരുടെ ആക്രമണം പൂർണ്ണമായും പരാജയപ്പെട്ടു. ഇത് ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ മറ്റൊരു മുഖമായിരുന്നു. യുദ്ധം അവിടെയും നിന്നില്ല. തോക്കുകൾക്ക് പകരം ഇന്ത്യ മറ്റൊരു ആയുധം കൂടി എടുത്തു: വെള്ളം. വർഷങ്ങളായി നിലനിന്നിരുന്ന സിന്ധു നദീജല കരാർ, ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി, സസ്പെൻഡ്. പാകിസ്ഥാനിലേക്കുള്ള വെള്ളം തടയുമെന്ന ഇന്ത്യയുടെ പ്രഖ്യാപനം പാകിസ്ഥാന്റെ സാമ്പത്തിക മേഖലയെ പിടിച്ചുലച്ചു. കൂടാതെ അറ്റാറി വാഗ അതിർത്തി ഇന്ത്യ പൂർണ്ണമായും അടച്ചു. പാകിസ്ഥാന്റെ കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ വിലക്കേർപ്പെടുത്തി. ഇത് വെറും ഒരു സൈനിക നീക്കമായിരുന്നില്ല, പാകിസ്ഥാനെ സാമ്പത്തികമായി കൂടി തകർക്കുന്ന ഒരു ടോട്ടൽ വോ ആയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവാണ്. 2026-ൽ നിൽക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ കാണുന്നത് പഴയ സോഫ്റ്റ് സ്റ്റേറ്റ് അല്ല, ഇന്ത്യ എന്നാണ്. ഒരിറ്റ് ചോരയ്ക്ക് കണക്ക് ചോദിക്കുന്ന, ശത്രുവിന്റെ മടയിൽ കയറിയടിക്കുന്ന പുതിയ ഇന്ത്യ. ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത ഓരോ ജവാന്മാർക്കും നമുക്ക് ബിഗ് സല്യൂട്ട് നൽകാം. ജയ് ഹിന്ദ്.